JSK സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ജാനകി എന്ന പേര് എങ്ങനെ മതപരമായ വിഷയമാകുമെന്ന് ആവർത്തിക്കുകയാണ് ഹൈക്കോടതി. എന്തിന് ജാനകി എന്ന പേര് മാറ്റണമെന്നും മതിയായ കാരണം വ്യക്തമാക്കുമെന്നും കോടതി നിർദ്ദേശം നൽകി. സിനിമയ്ക്ക് എന്ത് പേരിടണമെന്ന് സെൻസർ ബോർഡ് കൽപ്പിക്കുകയാണോ എന്നും ചോദിച്ച കോടതി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും പറഞ്ഞു. വിവരങ്ങളുമായി എറണാകുളത്തു നിന്നും KN ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, കേന്ദ്രത്തിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന സെൻസർ ബോർഡിന്റെ കാവ്യവൽക്കരണത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പ്രതികരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, ഇത് രണ്ടാം തവണയാണ് ഹൈക്കോടതി സെൻസർ ബോർഡിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. ഈ ജാനകി സിനിമയുമായി ബന്ധപ്പെട്ട ആ പേര് ആ ചിത്രത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരുന്നത്. സെൻസർ ബോർഡ് അങ്ങനെ ഒരു പേര് ആ സിനിമയ്ക്ക് നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതിന് കാരണം എന്താണെന്നതിന് മുൻപ് കോടതി ചോദിച്ചതാണ്. അതിൽ ചില മതപരമായ പ്രശ്നങ്ങളുണ്ട് എന്നായിരുന്നു സെൻസർ ബോർഡ് വാദിച്ചത്. ഈ സിനിമ പിന്നീട് റിവൈസിംഗ് കമ്മിറ്റി ഇത് കണ്ട ശേഷവും ആ വാദം ആവർത്തിക്കാനുണ്ടായത്. അതുകൊണ്ട് ആ പേര് മാറ്റണം എന്ന വാദത്തിൽ സെൻസർ ബോർഡ് ഇന്നും കോടതിയിൽ ഉറച്ചു നിന്നു. ഈ ഘട്ടത്തിലാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പേര് മാറ്റണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ സെൻസർ ബോർഡ് തയ്യാറായിട്ടില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിലെങ്ങനെയാണ് മതപരമായ പ്രശ്നം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വർഗപരമായ വിഷയം ഉണ്ടാകുന്നത്, എന്താണ്? ഇന്ത്യയിലെ എല്ലാ പേരുകളും ഏറെക്കുറെ ദൈവത്തിൻ്റെ പേരുകളാണ്. അതുകൊണ്ട് ഈ ജാനകി എന്ന പേര് എന്തിനു മാറ്റണം എന്ന കാര്യം അതിന് മതിയായ കാരണം വ്യക്തമാക്കൂ എന്നാണ് ഹൈക്കോടതി ഇന്ന് സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയാകില്ല എന്നും കോടതി സെൻസർ ബോർഡിനൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സിനിമയ്ക്ക് എന്ത് പേരിടണം എന്ന് നിങ്ങൾ കൽപ്പിക്കുകയാണോ എന്നും സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. ജാനകി എന്ന വാക്ക് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെ എന്ന് സെൻസർ ബോർഡ് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. എല്ലാ പേരുകളിലും ഏതെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ പേരാണ് ഉള്ളത്. അതുകൊണ്ട് ഈ സംവിധായകർക്ക് ഇങ്ങനെ ഇന്ന പേരിടണം എന്ന് നിർദ്ദേശിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? സംവിധായകർക്ക് നിർദ്ദേശം നൽകുകയാണ് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ സെൻസർ ബോർഡിനോട് കോടതി ഇന്ന് പറയുകയുണ്ടായി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കാൻ പറ്റില്ല, അതിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടപെടാനും കഴിയില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ പേര് മാറ്റണം, ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മതിയായ കാരണം വ്യക്തമാക്കിക്കൊണ്ടൊരു വിശദമായ സത്യവാങ്മൂലം, വിശദീകരണം നൽകാൻ ഇപ്പോൾ സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇനി ഈ ഹർജി മറ്റന്നാളായിരിക്കും കോടതി പരിഗണിക്കുക. ഉമേഷ്, ഇത്തരത്തിൽ വളരെ ശക്തമായ ഭാഷയിലാണ് കോടതി സെൻസർ ബോർഡിനോട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സെൻസർ ബോർഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിന്റെ ചട്ടുകമായിട്ടാണ്. അപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ, ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണത്തിനെതിരെ തന്നെയാണെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാവുകയാണല്ലേ? സെൻസർ ബോർഡിനെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് സെൻസർ ബോർഡ്. അതുകൊണ്ട് ആ തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരും എന്നുള്ളതാണ്. സെൻസർ ബോർഡിനെ തന്നെയാണ് കോടതി നേരിട്ട് വിമർശിക്കുന്നത്. അതിനൊരു മതിയായ കാരണം, ഈ ജാനകി എന്ന പേര് മാറ്റണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അതെന്തുകൊണ്ട് മാറ്റണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ സെൻസർ ബോർഡ് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കോടതി നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നത്. സെൻസർ ബോർഡ് ആദ്യം ചൂണ്ടിക്കാട്ടിയത് ഇത് മതപരമായ വർഗപരമായ പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ പേര് മാറ്റിയേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചു. പിന്നീട് അത് മതപരമായ വിഷയം ആകുന്നത് എങ്ങനെയെന്ന കാര്യത്തിലൊക്കെ കോടതി സംശയം പ്രകടിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ മുതിർന്നവർക്ക്, പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ചില ഉള്ളടക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിലെ കേന്ദ്ര കഥാപാത്രത്തിന് ഇങ്ങനെ സീതാദേവിയുടെ പേര്, ജാനകി എന്ന പേരിടുന്നത് ഉചിതമാകില്ല, അത് മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയാണ് വാദമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കോടതി പൂർണ്ണമായും അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കോടതി ചൂണ്ടിക്കാണിക്കുന്നതിന് മുൻപും ഇത്തരത്തിലുള്ള ദൈവങ്ങളുടെയൊക്കെ പേര് മുൻപും വന്നു പോയിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ പേര് പലയിടത്തായി അങ്ങനെ വരാറുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് അത് വേണ്ട എന്ന് പറയുക എന്നുള്ളത് തന്നെയാണ് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയേ മതിയാകൂ. അതിന് വിശദമായൊരു സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ജസ്റ്റിസ് നഗരേഷ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി ഇത്തരത്തിൽ പറഞ്ഞ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സത്യവാങ്മൂലം അടുത്ത ദിവസം തന്നെ സെൻസർ ബോർഡ് സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ചയായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഇനി വിശദമായ വാദം കേൾക്കുക. ആ ബുധനാഴ്ച വാദം കേൾക്കുമ്പോൾ സ്വാഭാവികമായും സെൻസർ ബോർഡിന് ഇക്കാര്യത്തിൽ വിശദമായ മറുപടി തന്നെ പറയേണ്ടി വരും.